വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. വ്യാഴം രാശി മാറുന്നു. ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വ്യാഴം രാശി മാറുകയാണ്. ശുഭഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം അല്ലെങ്കിൽ ഗുരു 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 11:35 ശുക്രൻ്റെ വീടായ ഇടവൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ മിഥുനത്തിൽ സഞ്ചാരം തുടങ്ങുന്നു. ഏകദേശം 1.25 വർഷം ഗുരു മിഥുനത്തിൽ സഞ്ചരിക്കും. ഇതിനിടയിൽ തന്നെ ഗുരു വക്രത്തിലും സഞ്ചരിക്കുന്നതാണ്. അറിവ്, ജ്ഞാനം, വളർച്ച, ഉയർന്ന വിദ്യാഭ്യാസം, ഭക്തി, ആത്മീയത, ധനം, സന്താനകാരകൻ, തത്വചിന്ത മുതലായവയെ സൂചിപ്പിക്കുന്ന വ്യാഴം രാശി മാറുന്നത് പ്രപഞ്ചത്തിലും മനുഷ്യ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ബുധൻ്റെ വീടായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നത് കമ്പ്യൂട്ടർ സംബന്ധമായ ടെക്നോളജി വികസിക്കും. പുതിയ ഗാഡ്ജറ്റ്സ് മാർക്കറ്റിൽ വരുന്നതാണ്. അതുപോലെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജ്യോതിഷപ്രകാരം ഒരു ഗ്രഹം രാശി മാറുമ്പോൾ ചിലർക്ക് നല്ല ഫലങ്ങളും മറ്റു ചിലർക്ക് ദോഷഫലങ്ങളുമാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമായാൽ ഇവിടെ പറയുന്ന വ്യാഴത്തിൻ്റെ ഗോചരഫലങ്ങൾ അനുഭവത്തിൽ വരും. പൊതുവെ പറയുകയാണെങ്കിൽ ഈ ഗോചരഫലങ്ങൾ പൂർണ്ണമായ ഫലങ്ങൾ നൽകാറില്ല. ഒരു 20-30% മാത്രമേ അത് ഗുണമായാലും ദോഷമായാലും ലഭിക്കുകയുള്ളൂ. എപ്പോഴും ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഇതൊരു പൊതുഫലമാണ്. അവരവരുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥാനമനുസരിച്ചും ദശാഭുക്തി അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇത് മനസ്സിലാക്കി പ്രേക്ഷകർ വീഡിയോ കാണുക. വ്യാഴമാറ്റം 12 രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് പരിശോധിക്കാം. മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽപാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് വ്യാഴം 9ഉം 12ഉം ഭാവാധിപതിയാണ്. ഇതുവരെ ധനസ്ഥാനമായ 2ൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം ഇനി 3ൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. പൊതുവെ 3ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് ജ്യോതിഷത്തിൽ പറയാറുള്ളത്. അത് പൂർണ്ണമായി സംഭവിക്കണമെന്നില്ല. 3ലെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് മേടൻ രാശിയുടെ 7, 9, 11 ഭാവങ്ങളിലാണ്. വ്യാഴത്തിന് സ്ഥാനബലത്തേക്കാൾ ദൃഷ്ടിബലം കൂടുതലാണ്. അപ്പോൾ 7, 9, 11 ഭാവങ്ങൾ ആക്ടിവേറ്റ് ആകും. ഇവിടെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം നടക്കും. ആത്മീയ യാത്രകളും വിദേശ യാത്രകളും ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാകും. ബിസിനസ്സുകാർക്കും ലാഭം പ്രതീക്ഷിക്കാം. ഇതെല്ലാം കുറച്ച് താമസിച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. ദമ്പതിമാർക്കിടയിലെ പിണക്കം മാറും. അകന്നു കഴിഞ്ഞവർ ഒന്നിക്കും. ബിസിനസ് പാർട്ണർമാർക്കിടയിലെ അലോസരം മാറും. മുതിർന്ന സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മുന്നേറ്റമുണ്ടാകും. ഇളയ സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് മാറിക്കിട്ടും. നിങ്ങളുടെ കടങ്ങൾ തീർക്കാൻ കഴിയും. പുതിയ ലോൺ ലഭിക്കും. രോഗദുരിതങ്ങൾ മാറും. പ്രശസ്തരായവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. വിദേശത്ത് കഴിയുന്നവർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും. നാട്ടിലുള്ളവർക്ക് വിദേശയാത്രയ്ക്ക് പോകാൻ കഴിയും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ കഴിയുന്നതാണ്. മേടൻ രാശിക്കാർക്ക് ഗുരുവിൻ്റെ രാശിമാറ്റം കുറച്ച് നല്ല ഫലങ്ങൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര്യം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് വ്യാഴം 11ഉം 8ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് 14 ധനസ്ഥാനമായ 2ൽ മിഥുനത്തിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ കുടുംബത്തിൽ നിലനിന്നിരുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും മാറും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വീട് വിട്ട് കഴിഞ്ഞവർക്ക് വീട്ടിൽ വന്ന് താമസിക്കാൻ കഴിയുന്നതാണ്. ധാരാളം ധനവരവുണ്ടാകും. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും.
തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും. തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകും. കുടുംബ ഓഹരികൾ ലഭിക്കും. അപ്രതീക്ഷിതമായ പല നല്ല അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗം പുഷ്ടിപ്പെടും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 6, 8, 10 ഭാവങ്ങളിൽ വരുന്നതിനാൽ ഈ ഭാവങ്ങൾ ആക്ടിവേറ്റ് ആവുന്നതാണ്. അനുകൂല ദശാഭുക്തി നടക്കുന്ന ഇടവൻ രാശിക്കാർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും. IT, അക്കൗണ്ട്സ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം തൊഴിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ഈ രംഗത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ലഭ്യമാകും. ജീവിതത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിരിക്കും ഇത്. കഴിഞ്ഞ കാലത്തെ നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ആദായം പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം വാങ്ങാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവ സ്വന്തമാക്കാൻ സാധിക്കും. ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾക്ക് ആഗ്രഹിച്ച സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ അവസരമുണ്ടാകും. പണത്തിനുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് വിജയമുണ്ടാകും. ജോലിയിൽ പ്രൊമോഷൻ, ശമ്പള വർധനവ്, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. മിഥുനൻ രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് വ്യാഴം 10ഉം 7ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 12ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം അധിക ചിലവുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം മെയ് 14 മുതൽ ജന്മത്തിൽ, അതായത് നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളിൽ വളരെയധികം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. എവിടെയൊക്കെയാണ് ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിട്ടത് അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 5, 7, 9 ഭാവങ്ങളിൽ വരുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴത്തിൻ്റെ സ്ഥാനബലത്തേക്കാൾ ദൃഷ്ടിബലം വളരെയധികം നന്നായിരിക്കും. ശരീരസംബന്ധമായും മാനസികമായും പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സന്തോഷം ലഭിച്ചു തുടങ്ങും. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. മുൻപ് ചെയ്തിരുന്ന സത്പ്രവൃത്തികൾക്കും പ്രാർത്ഥനകൾക്കും ദാനധർമാദികൾക്കും ഇപ്പോൾ ഫലം ലഭിക്കും. നിങ്ങളുടെ പ്രായമായ മക്കളുടെ വിവാഹം നടക്കുന്നതാണ്. വിദ്യാർത്ഥികളായ മക്കൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയും. അവർക്ക് വിദേശത്ത് പോയി ഉന്നത പഠനം നടത്താൻ കഴിയും. കമിതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം മാറി വിവാഹിതരാകാൻ തീരുമാനിക്കും. വിവാഹപ്രായമായവർക്കും 2ാം വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിവാഹം നടക്കും. പിണങ്ങിക്കഴിഞ്ഞ ദമ്പതിമാർ രമ്യതയിലെത്തും. ഡിവോഴ്സ് തന്നെ വേണമെന്ന് ശാഠ്യം പിടിച്ചവർക്ക് ഡിവോഴ്സ് ലഭിക്കുന്നതാണ്. ചിലർ ഇതിൽ നിന്നും പിന്മാറി പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ലാഭം അധികരിക്കും. പൊതുരംഗത്ത് നിങ്ങൾ അറിയപ്പെടും. ഗുരുക്കന്മാരെ കണ്ടെത്തും. ആത്മീയ യാത്രകളും വിദേശ യാത്രകളും ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മാറ്റം അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കും. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ജനനകാല ജാതക ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പിതാവിന് എന്തെങ്കിലും രോഗാരിഷ്ടതകളുണ്ടെങ്കിൽ അവ മാറിക്കിട്ടും. പിതാവുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. പെൺകുട്ടികൾ മക്കളായിട്ടുള്ളവരിൽ നിന്നും മനസ്സന്തോഷമുണ്ടാകും. ഷെയർ മാർക്കറ്റ്, ലോട്ടറി, ചിട്ടി, ഓഹരി വിപണി, ഇൻഷുറൻസ് മുഖേന ധനനേട്ടമുണ്ടാകും. ചിലർക്ക് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ മിഥുനൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും വ്യാഴമാറ്റത്തോടെ ലഭിച്ചു തുടങ്ങുന്നത്. കർക്കിടകം. പുണർദം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് വ്യാഴം 6ഉം 9ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 11ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം മെയ് 14 മുതൽ 12ൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും മുന്നേറ്റമുണ്ടാകും. PR, GC, റെസിഡൻസി പെർമിറ്റ് മുതലായവയ്ക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് അവ ലഭിക്കുന്ന സമയമായിരിക്കും. ലോൺ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവ തിരിച്ചടച്ച് ഇടപാട് പൂർണ്ണമായും തീർക്കാൻ കഴിയും. നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും.
വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 4, 6, 8 ഭാവങ്ങളിൽ വരുന്നു. വീട്, വസ്തു, വാഹനം ഇവ വാങ്ങാൻ ദീർഘകാലമായി പദ്ധതിയിട്ടവർക്ക് അവ വാങ്ങാനുള്ള പ്രാപ്തമുണ്ടാകും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് മുന്നിലെത്തും. മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് പോകാൻ സാധിക്കും. രോഗദുരിതങ്ങൾ ഉള്ളവർക്ക് രോഗം കുറയും. ഓരോ കാര്യങ്ങളും റിസ്ക് എടുത്ത് ചെയ്ത് വിജയിപ്പിക്കും. അപ്രതീക്ഷിത ധനനേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. മാതാവുമായി അഭിപ്രായ വ്യത്യാസമുള്ളവരും പിണങ്ങിക്കഴിഞ്ഞവരും അവയൊക്കെ മറന്ന് വീണ്ടും മാതാവിൻ്റെ അടുക്കലെത്തും. കാറ്ററിംഗ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് സെക്ടർ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ദീർഘകാലത്തെ ലോൺ അല്ലെങ്കിൽ EMI അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയും. പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി കിട്ടും. 8-ൽ സഞ്ചരിക്കാൻ പോകുന്ന രാഹുവിനെ ഗുരു വീക്ഷിക്കുന്നതിനാൽ അബദ്ധങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നേടും. ഭക്തി, ആത്മീയത എന്നിവ വർദ്ധിക്കും. ഇതിൽ പുതിയ ജ്ഞാനം നേടും. ദാനധർമാദികൾ ചെയ്യും. മതപരമായ കാര്യങ്ങളിലും ജ്യോതിഷം, ആത്മീയത, ഭക്തി എന്നിവയിൽ കൂടുതൽ താൽപ്പര്യം വർദ്ധിക്കും. ദാമ്പത്യ കാര്യങ്ങളിൽ താൽപ്പര്യം കുറയും. ഒറ്റപ്പെട്ട് ജീവിക്കാൻ മനസ്സ് തോന്നിക്കും. ഇത് നിങ്ങളുടെ ആത്മീയത വളർത്താൻ ഉപകരിക്കുന്നതാണ്. ജാതക ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും 12-ലെ വ്യാഴ സഞ്ചാരത്തിൽ ഉണ്ടാകുന്നതല്ല. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം, ആദ്യപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് വ്യാഴം 5ഉം 8ഉം ഭാവാധിപതിയാണ്. കർമ്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് 14 മുതൽ 11-ൽ സർവാഭിഷ്ട സ്ഥാനത്ത് സഞ്ചരിച്ചു തുടങ്ങുന്നു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇനി എല്ലാ രീതിയിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനം വന്നു ചേരും. നിങ്ങൾക്ക് അഷ്ടമശനിയാണെങ്കിലും വ്യാഴം നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 3, 5, 7 ഭാവങ്ങളിൽ വരുന്നതിനാൽ ഈ ഭാവങ്ങൾ സജീവമാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ഇനി വിജയമുണ്ടാകും. തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇനി നേരെ ചൊവ്വയാക്കാൻ കഴിയും. ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കങ്ങൾ മാറും. ചെറിയ യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഉള്ളിലെ ഭയം മാറി ഒരു ധൈര്യം വരുന്നതാണ്. ഏത് പ്രതിസന്ധി ഉണ്ടായാലും അത് തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം കൈവരിക്കും. കുട്ടികൾ മൂലം നിലനിന്നിരുന്ന മനോവേദന മാറിക്കിട്ടും. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ മികവ് പുലർത്തും. പ്രണയിതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം മാറി വിവാഹത്തെക്കുറിച്ചു ചിന്തിച്ചു തുടങ്ങും. ഏതെങ്കിലും കാരണത്താൽ പിരിഞ്ഞു കഴിഞ്ഞിരുന്ന ദമ്പതികൾ അതൊക്കെ മറന്ന് വീണ്ടും ഒന്നിച്ചു ചേരുന്നതാണ്. സഹോദരിമാരുമായി പിണങ്ങിക്കഴിഞ്ഞവർ വീണ്ടും ഒത്തുചേരും. ഷെയർ മാർക്കറ്റ്, ബിറ്റ്കോയിൻ, ഷെയർ ട്രേഡിംഗ്, ലോട്ടറി, ചിട്ടി, ഇൻഷുറൻസ് മുഖാന്തരം ധനം വന്നു ചേരുന്നതാണ്. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് മംഗല്യയോഗം, സന്താനയോഗം. പൊതുസമൂഹത്തിലെ മാനഹാനി മാറിക്കിട്ടും. നിങ്ങളെ സമൂഹം അംഗീകരിച്ചു തുടങ്ങും. പേരും പ്രശസ്തിയും വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറും. ലാഭം അധികരിക്കും. ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതാണ്. പല കാര്യങ്ങളിലും നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും. ഒരു സുഹൃത്ത് മുഖേനയോ അല്ലെങ്കിൽ പരിചയമുള്ള ഒരാൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പേരുദോഷം മാറും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ജനനകാല ജാതകവും നടപ്പ് ദശാഭുക്തിയും അനുകൂലമാണെങ്കിൽ ചിങ്ങൻ രാശിക്കാർക്ക് ജാക്ക്പോട്ട് അടിച്ചെന്ന് തന്നെ പറയാം. കന്നി രാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന കന്നി രാശിക്കാർക്ക് വ്യാഴം 4ഉം 7ഉം ഭാവാധിപതിയാണ്. മെയ് 14-ന് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനമായ മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ എന്തായിരിക്കും കന്നി രാശിക്കാർക്ക് ഫലങ്ങളെന്ന് നോക്കാം.
കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ രാശിയുടെ 2, 4, 6 ഭാവങ്ങളിലാണ്. ഈ ഭാവങ്ങളെല്ലാം ആക്ടിവേറ്റ് ആവുന്നതാണ്. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എന്നാലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. കുടുംബത്തിൽ നിലനിന്നിരുന്ന അലോസരങ്ങൾ മാറും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. ധനവരവുണ്ടാകും. നിങ്ങളുടെ വാക്കിന് ഒരു വിലയുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ജോലിയിൽ ഒരു മാറ്റവും ധനനേട്ടവും ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ കന്നിരാശിക്കാർ പല വിധത്തിലുള്ള മാനസിക പ്രയാസം നേരിട്ട് കൊണ്ടിരുന്നവരായിരിക്കും. എന്നാൽ ആ ദുഃഖം മാറും. ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും. നിങ്ങളുടെ മാതാവിന് എന്തെങ്കിലും രീതിയിലുള്ള രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവ മാറുന്നതാണ്. ചിലർക്ക് വീടുമാറ്റമുണ്ടാകും. മറ്റു ചിലർ വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ ശ്രമിക്കുന്നതാണ്. അതിനുള്ള അവസരം അവർക്ക് ഒത്തുവരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന മികവുണ്ടാകും. ആഗ്രഹിച്ച കലാലയങ്ങളിൽ ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കും. നിങ്ങൾക്ക് രോഗം ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ വിദഗ്ധ ചികിത്സയിലൂടെ ഭേദമാകും. നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ശത്രുക്കൾ ഒഴിഞ്ഞു മാറും. കേസ് വഴക്കുകൾ രമ്യതയിലെത്തും. ചിലരുടെ ദീർഘകാലമായി നിലനിന്നിരുന്ന കേസുകൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വഴി ഒത്തുതീർക്കാൻ കഴിയും. കടമുള്ളവർക്ക് അവ പൂർണ്ണമായും അടച്ചു തീർക്കാൻ കഴിയും. പുതിയ ലോണിന് ശ്രമിച്ചാൽ അവ ലഭിക്കുന്നതാണ്. ഒരു മന്ദഗതിയിൽ സമൂഹത്തിൽ നിന്നും മാറി നിന്നവർ ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്ത് വിജയിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനോവേദന മാറിക്കിട്ടും. പൊതുവെ കന്നിരാശിക്കാർക്ക് ജോലി മാറ്റമുണ്ടാകും. തൊഴിലിൽ ചിലർക്ക് മുന്നേറ്റമുണ്ടാകും. എന്നാലും മറ്റു ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതൊക്കെ നിങ്ങളുടെ ജനനകാല ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഭക്തിയിലും ആത്മീയ കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കും. അറിവും ജ്ഞാനവും വർദ്ധിക്കും. ഇനി നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ തീരുമാനമെടുക്കാൻ സാധിക്കും. ദമ്പതിമാർ പരസ്പരം വിശ്വാസമർപ്പിച്ച് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കന്നിരാശിക്കാർ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിടപെടുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. അതേപോലെ തന്നെ ഇതൊക്കെ നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമായി വരുവാണെങ്കിൽ ദോഷഫലങ്ങളൊന്നും ഉണ്ടാകില്ല. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദങ്ങൾ ചേരുന്ന തുലാം രാശിക്ക് വ്യാഴമാറ്റം വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇപ്പോൾ 8-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് 14 മുതൽ ഭാഗ്യസ്ഥാനമായ 9-ൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. വ്യാഴത്തിൻ്റെ 9-ൽ നിന്നുള്ള ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ രാശിയിലും 3-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലുമാണ്. ഈ ഭാവങ്ങളെല്ലാം സജീവമാകും. ഒരു കാര്യത്തിലും ഒരു വ്യക്തമായ തീരുമാനമെടുക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന തുലാം രാശിക്കാർക്ക് ഇനി എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവം ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ഒരു ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടാകും. ഏത് കാര്യങ്ങൾ ഏറ്റെടുത്താലും അതിൽ വിജയമുണ്ടാകും. ചിലർ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ഏറ്റെടുത്തിട്ട് ഇടയിൽ വെച്ച് നിന്നുപോയ അവസ്ഥയൊക്കെ ഉണ്ടാകാം. എന്നാൽ അക്കൂട്ടർ വീണ്ടും അത് ഏറ്റെടുത്ത് ചെയ്താൽ വിജയം കാണാൻ കഴിയും. അതുപോലെ ചെറിയ യാത്രകൾ ഫലപ്രദമായി വരും. നിങ്ങളുടെ പ്രായമായ മക്കൾക്ക് വിവാഹം നടക്കും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ മികവുണ്ടാവും. കമിതാക്കൾക്ക് നല്ല സമയമാണ്. ദീർഘകാലമായി ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് പദ്ധതി തയ്യാറാക്കി പോകാൻ പറ്റാത്തവർക്ക് ഈ കാലഘട്ടത്തിൽ ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താൻ സാധിക്കുന്നതാണ്. മുൻജന്മത്തിലെ സത്കർമ്മങ്ങളുടെ ഫലമായി നല്ല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു കിട്ടും. കുടുംബക്ഷേത്രം സന്ദർശിക്കും. ഷെയർ മാർക്കറ്റ്, ബിറ്റ്കോയിൻ, ഇൻഷുറൻസ്, ലോട്ടറി മുഖാന്തരം ധനവരവ് പ്രതീക്ഷിക്കാം. നേരത്തെയുള്ള നിക്ഷേപങ്ങൾ വഴി നിങ്ങൾക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്.
മക്കളുടെ പഠന വിജയത്തിൽ അഭിമാനം കൊള്ളും. ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും. അത് ലഭിക്കാൻ തടസ്സമുണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ബിസിനസ്സിനു വേണ്ടി പുതിയ നിക്ഷേപങ്ങൾ ഇറക്കും. ചെറിയ ബിസിനസ്സുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ മുതലായവയിൽ നിന്നും ആദായമുണ്ടാകും. അകന്നു കഴിഞ്ഞ സുഹൃത്തുക്കളും സഹോദരങ്ങളും രക്തബന്ധത്തിലുള്ളവരും നിങ്ങളെ തേടിയെത്തും. മെയ് മാസത്തിന് ശേഷം നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഉദ്ദേശിച്ച പോലെ ധനം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. സന്താനത്തിനായി ദീർഘകാലം കാത്തിരുന്നവർക്ക് സന്താന യോഗമുണ്ടാകും. ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവർക്കും നാഡീ ഞരമ്പുകൾക്കുള്ള രോഗവും കണ്ടത്തിനു മേലുള്ള രോഗം മുതലായവയെല്ലാം മാറിക്കിട്ടുന്നതാണ്. വീട്, വാഹനം, വസ്തു മുതലായവ വാങ്ങും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അത് സ്വദേശത്തായാലും വിദേശത്തായാലും ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ മുന്നിട്ടിറങ്ങാവുന്നതാണ്. ഭാഗ്യസ്ഥാനത്തെ ഗുരു അല്ലെങ്കിൽ വ്യാഴം നിങ്ങൾക്ക് പടിപടിയായി ഭാഗ്യാനുഭവങ്ങൾ തന്ന് ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാക്കി തരുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. ജാതക ദശാഭുക്തി അനുകൂലമായി വരുന്നവർക്കും മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും. എപ്പോഴും ഓർക്കുക, ഗോചര ഫലങ്ങൾ പൂർണ്ണമായ ഫലങ്ങൾ തരില്ല. നിങ്ങളുടെ വ്യക്തിഗത ജാതകവും നടപ്പു ദശാഭുക്തിയും പരിശോധിക്കേണ്ടതാണ്. അതനുസരിച്ചിട്ട് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പൊതുവെ തുലാം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഭാഗ്യാനുഭവങ്ങൾ തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും. വൃശ്ചികൻ രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് വ്യാഴം 2ഉം 5ഉം ഭാവാധിപതിയാണ്. സപ്തമസ്ഥാനമായ 7-ൽ ഇടവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് 14-ന് അഷ്ടമഭാവമായ മിഥുനത്തിൽ ബുധൻ്റെ വീട്ടിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 2, 4, 12 ഭാവങ്ങളിൽ വരുമ്പോൾ ഈ ഭാവങ്ങൾ ആക്ടിവേറ്റ് ആകും. അഷ്ടമഭാവത്തിൽ നിൽക്കുന്നതിനാൽ ദൈവാധീനം കുറച്ച് കുറയുന്നതാണ്. എന്നാൽ ധനം വന്നു ചേരും. പക്ഷേ ധനസംബന്ധമായ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അലോസരങ്ങൾ മാറും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ധാരാളം പണം ചിലവഴിക്കും. വീട്, വസ്തു, വാഹനം വാങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. മാതാവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ മാറിക്കിട്ടും. നേരത്തെ സൂചിപ്പിച്ച പോലെ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് മാറി താമസിക്കാനോ ഇടവരും. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയുണ്ടാകും. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടിയവർക്ക്, പ്രത്യേകിച്ച് നേത്രരോഗമുണ്ടായിരുന്നവർക്ക് രോഗം ശമിക്കുന്നതാണ്. പക്ഷേ ഉദരരോഗം നിങ്ങളെ അലട്ടിയേക്കാം. ചെറുകുടൽ, വൻകുടൽ സംബന്ധമായി ചില രോഗങ്ങളുണ്ടാകാം. വലിയ തുകയ്ക്കുള്ള കടം അല്ലെങ്കിൽ ലോൺ ഉള്ളവർക്ക് അത് അടച്ചു തീർക്കാൻ സാധിക്കും. ആർക്കും ജാമ്യം നിൽക്കരുത്. കണ്ണടച്ച ആരെയും വിശ്വസിക്കരുത്. ആർക്കും വാക്ക് കൊടുക്കാനും പാടില്ല. കടം കൊടുക്കരുത്. സ്വന്തം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ജോലി മാറ്റമുണ്ടാവും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ട്രാൻസ്ഫർ ഉണ്ടാകും. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ്. ഷെയർ ട്രേഡിംഗ്, ബിറ്റ്കോയിൻ, ഊഹക്കച്ചവടം, ലോട്ടറി, ഇൻഷുറൻസ് മുഖേന ധനനേട്ടം പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയും ചെലുത്തേണ്ടതാണ്. പഴയ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഡിവിഡൻഡ് കിട്ടുന്നതാണ്. പുതിയ നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. എടുത്തു ചാടി പുതിയ നിക്ഷേപത്തിന് മുതിരരുത്. അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് IV പോലുള്ള ചികിത്സ മുഖാന്തരം സന്താന യോഗമുണ്ടാകും. ഇതൊരു പൊതുഫലമാണ്. നിങ്ങളുടെ ജനനകാല ദശാഭുക്തിയും വ്യാഴത്തിൻ്റെ ജാതകത്തിലെ സ്ഥിതിയുമനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കുടുംബത്തിനായി കഷ്ടപ്പെടും. പുതിയ സ്വത്തുക്കൾ വാങ്ങാനുള്ള അവസരമുണ്ടാകും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഭാഗ്യമുണ്ടാകും.
പണം സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടാകും. ഒരു വർഷക്കാലം എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽപാദം ചേരുന്ന ധനുരാശിക്ക് ഈ വ്യാഴമാറ്റം വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത്. വ്യാഴം നിങ്ങളുടെ രാശിനാഥൻ കൂടിയാണ്, കൂടാതെ 4ാം ഭാവാധിപതി കൂടിയാണ്. 6ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഇനി മെയ് 14 സപ്തമസ്ഥാനമായ 7ൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. 7ൽ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലും 3, 11 ഭാവങ്ങളിലും വരുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാശിയിൽ തന്നെ വരുന്നതിനാൽ പതിവിലുമധികം ആത്മവിശ്വാസമുണ്ടാകും. മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകുന്നതാണ്. നിങ്ങൾ വിവാഹിതനോ വിവാഹിതയോ അല്ലെങ്കിൽ ഇപ്പോൾ നല്ല അനുയോജ്യമായ വിവാഹം വന്നു ചേരുന്നതാണ്. സന്താന യോഗമുണ്ടാകും. പ്രത്യേകിച്ച് രണ്ടാമതായി ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്നവർക്ക് യോഗമുണ്ടാകും. 2ാം വിവാഹത്തിനായി കാത്തിരുന്നവർക്കും മംഗല്യഭാഗ്യം ഉണ്ടാകുന്നതാണ്. പൊതുവെ നിങ്ങളുടെ വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായി നിലനിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. അകന്നു കഴിഞ്ഞവർ, അത് സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും, അവരൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അവരുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും. പിതാവിനാൽ ഉണ്ടായിരുന്ന ദോഷങ്ങളോ ദുരിതങ്ങളോ മാറിക്കിട്ടും. സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിൽ നിന്നും ആദായം ഉണ്ടാകുന്നതാണ്. ദമ്പതിമാർക്ക് ആർക്കെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടും. അകന്നു കഴിഞ്ഞവർ വീണ്ടും ഒത്തുചേരുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ആദായം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും. പഴയ ഒരു സുഹൃത്തിനെ വീണ്ടും കണ്ടുമുട്ടും. അതുവഴി ജീവിതത്തിൽ ചില നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിലർക്ക് സർക്കാർ ജോലി ലഭിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. നിലവിൽ താമസിച്ചുകൊണ്ടിരുന്ന വീട് മാറും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടതാണ്. മാതാവിൽ നിന്നും അകന്നു കഴിയേണ്ട സന്ദർഭങ്ങൾ ചിലർക്കുണ്ടാകുന്നതാണ്. ചിലർക്ക് അവരുടെ വീടിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരും. സപ്തമസ്ഥാനത്തു നിന്നും ഗുരു നിങ്ങളുടെ രാശിയെ വീക്ഷിക്കുന്നതിനാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ജാതക ദശാഭുക്തി അനുകൂലമായവർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിലാഷങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. മകരൻ രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരൻ രാശിക്ക് വ്യാഴം 3ഉം 12ഉം ഭാവാധിപതിയാണ്. മെയ് 14 വ്യാഴം 5ൽ നിന്നും 6ൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മകരൻ രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നോക്കാം. നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. കേസ് വഴക്കുകൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. കേസുകൾ രമ്യതയിൽ എത്തിക്കാൻ പല വഴികളും നോക്കിയിരുന്നവർക്ക് ഈ അവസരത്തിൽ അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിൽ വഴി രമ്യതയിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. കടം തീർക്കാൻ കഴിയും. ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 10, 12, 2 ഭാവങ്ങളിൽ വരുന്നു. സ്ഥാനബലത്തേക്കാൾ ഗുരുവിന് ദൃഷ്ടിബലം നന്നായി വരുന്നതിനാൽ ഈ ഭാവങ്ങളെല്ലാം ആക്ടിവേറ്റ് ആകുന്നതാണ്. നല്ലൊരു ജോലി മാറ്റം തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് നിലവിലുള്ള ജോലിയിൽ ശമ്പള വർധനവോ പ്രൊമോഷനോ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ട്രാൻസ്ഫറോ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലിയിൽ മുന്നേറ്റമുണ്ടാകും. വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ജോലി ലഭിക്കും. ചിലർക്ക് വിദേശ യാത്രാ യോഗമുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് മുന്നേറ്റമുണ്ടാകും. ബിസിനസ് വിപുലപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ദീർഘനാളായുള്ള ലോൺ ക്ലോസ് ചെയ്യാൻ കഴിയും. ചെറുതും വലുതുമായ കടങ്ങളുള്ളവർക്കും കടം തീർക്കാൻ കഴിയുന്നതാണ്. പക്ഷേ പുതിയ കടങ്ങൾ വാങ്ങരുത്. അതിന് നിങ്ങൾക്ക് അവസരം വരും. പുതിയ കടങ്ങൾ കിട്ടാൻ എളുപ്പമായിരിക്കും, പക്ഷെ അത് വാങ്ങാൻ നിൽക്കരുത്. ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന മനോവിഷമങ്ങൾ മാറും. കുടുംബത്തിൽ പുതിയ അതിഥി വരും, അതായത് സന്താനയോഗം ഉണ്ടാകും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കും. ഗുരുവിനാൽ
നിങ്ങൾക്ക് വിപരീത രാജ്യവുമുണ്ടാകും. 12ാം ഭാവാധിപതി കൂടിയായ ഗുരു 6ൽ മറയുമ്പോൾ വിപരീത രാജയോഗം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമാണെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കും. ഭൂമിയോഗം, പുതിയ വസ്തു വാങ്ങുക, വാഹനം വാങ്ങുക, അതുപോലെ വാടകയ്ക്ക് കെട്ടിടങ്ങൾ കൊടുത്തിട്ടുള്ളവർക്ക് പുതിയ കരാറിലൂടെ അധിക ധനം വന്നു ചേരും. അതോടൊപ്പം ചിലവുകളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. തീർത്ഥയാത്രകൾ പോകാൻ അവസരമുണ്ടാകും. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് മാറിക്കിട്ടുന്നതാണ്. കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് മകരൻ രാശിക്കാർക്ക് 7ര ശനിയായിരുന്നു. അതെന്തായാലും നിങ്ങൾക്ക് മാറിക്കിട്ടി. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ വ്യാഴം നിങ്ങൾക്ക് 6ലാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും നൽകില്ല. കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് വ്യാഴം 2ഉം 11ഉം ഭാവാധിപതിയാണ്. മെയ് 14-ന് വ്യാഴം നിങ്ങളുടെ പഞ്ചമസ്ഥാനമായ 5ൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് നോക്കാം. ധനാധിപതിയും ലാഭാധിപതിയുമായ വ്യാഴം നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനമായ 5ൽ വരുമ്പോൾ ഊഹക്കച്ചവടത്തിൽ നിന്നും ഓഹരി വിപണിയിൽ നിന്നും മറ്റും ധനവരവ് ഉണ്ടാകുന്നതാണ്. നേരത്തെ വല്ല നിക്ഷേപവും നടത്തിയിട്ടുള്ളവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം. ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ വിവാഹപ്രായമായ മക്കളുടെ വിവാഹം നടക്കും. അതല്ല, നിങ്ങൾക്ക് വിവാഹ തടസ്സം വല്ലതും നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്കും വിവാഹം കഴിക്കാൻ സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുടുംബദേവതയുടെ അനുഗ്രഹമുണ്ടാകും. പ്രേമിക്കുന്നവർ വിവാഹിതരാകാൻ തീരുമാനിക്കും. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സിനിമ, സീരിയൽ, സംഗീതം, നാടകം, ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അഭൂതപൂർവമായ വളർച്ച ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ശോഭിക്കും. തീർത്ഥയാത്രകൾ പോകാൻ അവസരമുണ്ടാകും. സന്താനങ്ങൾ മുഖേന മനസ്സന്തോഷം. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കും. വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ യോഗമുണ്ടാകും. തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടം. ജോലിയിലുള്ളവർക്ക് മുന്നേറ്റം, ട്രാൻസ്ഫർ, ശമ്പള വർധനവ്, പ്രൊമോഷൻ മുതലായവ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. വ്യാഴത്തിൻ്റെ സ്ഥാനബലവും ദൃഷ്ടിബലവും കുംഭൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. 5ൽ സഞ്ചരിക്കുന്ന വ്യാഴം നിങ്ങളുടെ രാശിയിലും ഭാഗ്യസ്ഥാനമായ 9ലും ലാഭസ്ഥാനമായ 11ലും ദൃഷ്ടി ചെയ്യുന്നതിനാൽ വളരെയധികം നല്ല ഫലങ്ങൾ കുംഭൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഈ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും നടപ്പ് ദശാഭുക്തിയും അനുകൂലമായിരിക്കണം. എന്നാൽ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവെ ഗോചരഫലങ്ങൾ പൂർണ്ണമായ ഫലങ്ങൾ നൽകാറില്ല. ദശാഭുക്തി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 9ൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് വളരെ ഗുണകരമാണ്. വിദേശയാത്രാ യോഗമുണ്ടാകും. പിതാവുമായി നിലനിന്നിരുന്ന പിണക്കം മാറും. ഗുരു തുല്യവരായവരെയും ഗുരുക്കന്മാരെയും കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും. തീർത്ഥയാത്രകൾ പോകും. അറിവും ജ്ഞാനവും വർദ്ധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭമുണ്ടാകും. ബിസിനസ് വിപുലപ്പെടുത്തും. അതിനായി ധാരാളം പണം നിക്ഷേപിക്കും. സമൂഹത്തിൽ വിലയും നിലയുമുണ്ടാകും. ആഗ്രഹ സാഫല്യമുണ്ടാകും. മുതിർന്ന സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. പല വഴികളിലൂടെ ധനവരവുണ്ടാകും. കുംഭൻ രാശിക്കാർക്ക് അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ രാശിയിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒരു പുത്തനുണർവും ധൈര്യവും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനുള്ള സാമർഥ്യവും നൽകും. വീട്, വസ്തു, വാഹനം വാങ്ങാൻ ദീർഘകാലമായി പദ്ധതിയിട്ടവർക്ക് ഈ സമയത്ത് അവ സ്വന്തമാക്കാൻ സാധിക്കും. പൊതുവെ കുംഭൻ രാശിക്കാർക്ക് വ്യാഴമാറ്റം നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. മീനൻ രാശി, പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് വ്യാഴം അല്ലെങ്കിൽ ഗുരു രാശിനാഥനും 10ാം ഭാവാധിപതിയുമാണ്. മെയ് 14-ന് വ്യാഴം രാശി മാറുന്നത് നിങ്ങളുടെ രാശിയുടെ സുഖസ്ഥാനമായ 4ൽ മിഥുനൻ രാശിയിലാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി
നിങ്ങളുടെ രാശിയുടെ 8, 10, 12 ഭാവങ്ങളിൽ വരുന്നു. അപ്രതീക്ഷിതമായി ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും. വീട് മാറ്റമുണ്ടാകും. ജോലി സംബന്ധമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ വീട് മാറി താമസിക്കേണ്ടതായി വരും. നിങ്ങളുടെ ജനനകാല ജാതകവും നടപ്പ് ദശാഭുക്തിയും അനുകൂലമായവർക്ക് വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ കഴിയും. കിട്ടില്ല എന്ന് കരുതിയ ധനം തിരികെ കിട്ടുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും. മാതാവുമായി അകന്നു കഴിഞ്ഞവർ പിണക്കം മാറി മാതാവിനെ തേടിയെത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. കഠിനമായി പരിശ്രമിച്ചാൽ വിജയം കാണാൻ കഴിയുന്നതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി തൊഴിൽ സ്ഥാനത്ത് വരുന്നത് മൂലം ജോലിയിൽ നല്ല ഉയർച്ചയുണ്ടാകും. പ്രൊമോഷൻ, ഇൻസെൻറ്റീവ്, ട്രാൻസ്ഫർ മുതലായവ ഇഷ്ടാനുസരണം നടക്കുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടം ഉണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി ലഭിക്കും. ഏതായാലും തൊഴിൽ സംബന്ധമായി ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുപോലെ വിദേശത്ത് ദീർഘകാലമായി PR, RP, GC മുതലായവയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ശുഭവാർത്ത കേൾക്കാവുന്നതാണ്. എന്തായാലും വിദേശത്ത് ജോലിക്ക് വേണ്ടി ധാരാളം മീനൻ രാശിക്കാർ യാത്ര തിരിക്കും. അതുപോലെ ചിലവ് അതിരിക്കുന്ന സമയമാണ്. ചിലവുകൾ നല്ല കാര്യങ്ങൾക്കായിരിക്കും. അനാവശ്യ ചിലവുകൾ ഉണ്ടാകില്ല. വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല തൊഴിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. ബാങ്കിങ്, അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് IV ട്രീറ്റ്മെൻറ്റിലൂടെയും മറ്റ് ആധുനിക ചികിത്സയും അവലംബിക്കേണ്ടതായി വരും. ത്വക്ക് രോഗങ്ങൾ അലട്ടിയേക്കാം. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ യഥാവിധി ചികിത്സ തേടേണ്ടതാണ്. കാൽപാദത്തിനടിയിൽ രോഗമുണ്ടാകും. നിലവിൽ രോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. സ്വന്തം ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ തന്നെ വേണ്ടതാണ്. വിവാഹത്തിനായി കാത്തിരുന്നവർ 1 വർഷം കൂടി കാത്തിരിക്കേണ്ടതായി വരും. ധാരാളം ചിലവുകളും ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം പണം നിങ്ങൾ ചിലവഴിക്കും. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. മീനൻ രാശിക്കാർ എന്തായാലും 3-ലെ വ്യാഴം 4-ല് സുഖസ്ഥാനത്താണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് കുറയും. മീനൻ രാശിക്കാർക്ക് ജന്മശനി നടക്കുന്ന കാലഘട്ടമാണ്. എന്തായാലും വ്യാഴം ഇപ്പോൾ ഒരു കേന്ദ്രസ്ഥാനമായ 4-ൽ സുഖസ്ഥാനത്ത് വരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ജോലിയിൽ എന്തായാലും മുന്നേറ്റമുണ്ടാകും. ജാതക ദശാഭുക്തി അനുസരിച്ച് നിങ്ങൾക്ക് അനുകൂല സമയമാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും വലുതായി അനുഭവിക്കേണ്ടി വരില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.